അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം കനക്കും. ജഗദീഷിന് പിന്നാലെ ശ്വേത മേനോനും നാമനിർദ്ദേശ പത്രിക നൽകും. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് ജോയ് മാത്യുവും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും പത്രിക നൽകി. ആരോപണ വിധേയർ മത്സരിക്കരുത് എന്ന എതിർപ്പ് മറികടന്നാണ് ജയൻ ചേർത്തലയും ബാബുരാജും മത്സരരംഗത്തുള്ളത്. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് നടി അൻസിബ ഹസൻ ചോദിച്ചു. അതേസമയം ആരോപണ വിധേയരല്ലാത്ത ശക്തരായ ആളുകൾ അമ്മയുടെ തലപ്പത്തേക്ക് വരണമെന്ന് നടൻ ആസിഫ് അലി പ്രതികരിച്ചു. സംഘടനയെ ഒന്നാകെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മികച്ചവരെയാണ് ആവശ്യമെന്നും ആസിഫ് അലി 24-നോട് പറഞ്ഞു. മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം അത്രയും വലിയ അമ്മ പോലെ ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ളൊരു ധൈര്യം എനിക്കില്ല. കാര്യം എൻ്റെ സ്വഭാവത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കറിയാം. അങ്ങനെ ഒരു നേതൃത്വ പാഠവുമുള്ള ആളൊന്നും അല്ല ഞാൻ. പക്ഷേ എങ്കിൽ പോലും അമ്മ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ്റെ ആവശ്യം എന്താണെന്നും പ്രത്യേകിച്ച് അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ ഈ കഴിഞ്ഞ 10-14 വർഷമായിട്ട് കൂടെ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഘടനയ്ക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. അഭിനന്ദ്, ഒരു എന്താണ് പാനൽ, 2 പാനൽ മത്സരരംഗത്തുണ്ടാകും എന്ന മട്ടിലാണോ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ആ നിലയിൽ ഈ താരസംഘടനയിൽ 2 ചേരി രൂപപ്പെട്ട് വരുന്നതിൻ്റെ സൂചനകളാണോ ഇപ്പോഴത്തെ പ്രതികരണങ്ങളും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും ഒക്കെ? വിജയകുമാർ, 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം ആളുകൾ അമ്മ സംഘടനാ തലപ്പത്തേക്ക് മത്സരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ പത്രിക സമർപ്പിക്കാൻ എത്തിയത് അൻസിബ ഹസനൊപ്പം തന്നെ രവീന്ദ്രൻ എന്നീ ആളുകളാണ്. ഇവർ 2 പേർ. ഇപ്പോൾ അൻസിബ ഹസൻ പത്രിക സമർപ്പിച്ചിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. ആരോപണ വിധേയർ മത്സരിക്കുന്നതെന്ന് ആദ്യം തന്നെ ജനറൽ ബോഡി യോഗത്തിലടക്കം അഭിപ്രായമുണ്ടായിരുന്നു. ഈ സംഘടനയിലെ അഡ്വോക് കമ്മിറ്റി തന്നെ മുന്നോട്ട് പോകണം, അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം തന്നെ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള അഭിപ്രായം ഭൂരിഭാഗം ആളുകളുടെ ഭാഗത്തുനിന്നും ഉയർന്നപ്പോൾ തന്നെ ആരോപണ വിധേയർ ഇനി തലപ്പത്തേക്ക് ഉണ്ടാകരുതെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. അത് മറികടന്നാണ് ഇപ്പോൾ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ പത്രിക സമർപ്പിച്ചതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് അൻസിബ ഹസൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ആരോപണ വിധേയർ മത്സരിക്കുന്നത് എന്താണ് പ്രശ്നം? മന്ത്രിമാരടക്കം ഇപ്പോൾ സംസ്ഥാനത്ത് മത്സരിക്കുന്നുണ്ട്. അവർക്ക് ആരോപണ വിധേയരല്ല. ആരോപണ വിധേയരായ ആളുകൾ രാഷ്ട്രീയത്തിൽ മത്സരിക്കാമെങ്കിൽ ഈ അമ്മ പോലത്തെ ഒരു സംഘടനയിൽ മത്സരിക്കുന്നത് എന്താണ് പ്രശ്നമെന്നാണ് നടി അൻസിബ ഹസൻ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ആസിഫരുടെ പ്രതികരണം ഇന്നലെ ഉണ്ടായിരുന്നു. അമ്മ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ മികച്ച ഒരു നേതൃത്വം ഉണ്ടാകണം, അതിനുവേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കണം എല്ലാവരുടെയും ഭാഗത്തും ഉണ്ടാകണമെന്നായിരുന്നു ആസിഫ് അലി പ്രതികരിച്ചത്. നിലവിൽ ഒരു 4 ഡസനിലധികം ആളുകളാണ് നിലവിൽ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ശ്വേത മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ സമർപ്പിക്കും. അങ്ങനെയെങ്കിൽ ജഗദീഷും ശ്വേത മേനോനും നേർക്കുനേർ പോരാടുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ് രാജിവെക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെക്കുന്ന കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലേക്ക് പിന്നെ അഡ്വോക് കമ്മിറ്റിയുടെ പ്രവർത്തനമായിരുന്നു മുന്നോട്ട് പോയത്. ആ ഘട്ടത്തിൽ തന്നെ ഈ ബാബുരാജിനെതിരെ ഒരു ഭാഗത്തും എതിർപ്പുയർന്നിരുന്നു. ആ ഒരു ഭാഗത്ത് എതിർപ്പ് ഉന്നയിച്ചതിന്റെ ഏറ്റവും പ്രധാനിയായിരുന്നു ജഗദീഷ് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. കുഞ്ചാക്കോ ബോബൻ ആദ്യഘട്ടത്തിൽ മത്സരിക്കുമെന്ന് കേട്ടിരുന്നു. വിജയരാഘവൻ മത്സരിക്കുമെന്ന് കേട്ടിരുന്നു. പക്ഷെ അവരാരും തന്നെ ഇപ്പോൾ മത്സരരംഗത്തില്ല. ഇവർ 2 പേരും മത്സരിച്ചാൽ ജഗദീഷ് നോമിനേഷൻ പിൻവലിക്കാമെന്ന നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണ് താൻ മത്സരരംഗത്ത് മുന്നോട്ട് പോകുന്നതും ജഗദീഷും വ്യക്തമാക്കിയിട്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോർക്കളത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നിരവധി ആളുകൾ, 100-ലധികം ആളുകളാണ് നിലവിൽ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും നോമിനേഷൻ സമർപ്പിക്കാനായിട്ട് കൊച്ചി കരൂർ ദേശാഭിമാന റോഡിലെ അമ്മ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അമ്മ തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിക്കുകയാണ്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. 2 പാനലായിട്ടൊക്കെ ഈ താരസംഘടനയിൽ മത്സരം നടക്കുമോ എന്നറിയില്ല. പക്ഷേ ഏതാണ്ട് ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷമുള്ള ഒരു കടുത്ത പോരാട്ടത്തിന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വേദിയാകുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.